എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് യൂണിഫോം ചുരിദാർ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കുള്ള ടോപ്പാണ്. ഇത് തുണി വന്നിട്ട് 2 മീറ്ററും ഒരു അല്പം കൂടുതലുണ്ട്, ഒരു 5 സെൻറ്റിമീറ്റർ കൂടുതലുണ്ട്. വീതി 36 ഇഞ്ച് വീതിയാണുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കിയിരിക്കുകയാണ്. ഇതിൽ വന്നിട്ട് സ്ലിറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ മടക്കിയിടുക. ഇവിടെയാണ് ഇതിൻ്റെ ഫോൾഡിങ് സൈഡ്. ഇവിടെയാണ് നമ്മൾ ഓപ്പൺ ബോട്ടം, ഇവിടെയാണ് നമ്മൾ ഇത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഇറക്കം 39 ഇഞ്ചാണ് പറഞ്ഞു. ഇത് കറക്റ്റ് 39 ഇഞ്ച് തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് തയ്യത്തുമ്പും വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഷോൾഡർ 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7.25 ഇഞ്ചാണ് വരിക. 7.25. ഇതിൽ ഒരു 3/4 ഇഞ്ച് നമുക്ക് കുറയ്ക്കാം. 6 ഇഞ്ച് ഇട്ടാൽ മതി. കാരണം നമ്മൾ ബാക്ക് കഴുത്ത് എത്ര കുഴിച്ച് വെട്ടണം അതിനനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഷോൾഡർ കമ്മിയാക്കുന്നതും. അപ്പോൾ ഇതിലധികം കുഴിച്ച് കട്ട് ചെയ്യുന്നില്ല. ഒരു 3 ഇഞ്ചാണ് നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഷോൾഡർ നമ്മളൊരു 3/4 ഇഞ്ച് ഇവിടെ കമ്മിയാക്കിയിട്ടുണ്ട്. ഇനി അത് നേരെ ഇതേപോലെ താഴേക്ക് വരയ്ക്കാം. അപ്പോൾ പിന്നെ ഇവിടെ വരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ ആ 6 ഇഞ്ച് തന്നെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ ചെസ്റ്റ് ലൈൻ വരയ്ക്കുക. ചെസ്റ്റ് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 7.5 ഇഞ്ച് വരും. 1 ഇഞ്ച് ലൂസിന് കൊടുക്കുക. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. 6ൻ്റെ പകുതി 3.25. അതിനുശേഷം ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് 6 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ച്. അതിൻ്റെ ഒരു 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. 2.25 ഇഞ്ച്. അപ്പോൾ ഇത് അടിച്ച് വരുമ്പോൾ നമുക്ക് 3 ഇഞ്ച് തന്നെ കിട്ടും. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇനി ഈ ആം ഹോൾ ഒന്ന് അളന്ന് നോക്കാം. ഇവിടെ തയ്യത്തുമ്പ് വിട്ടിട്ട് ഒരു 7.25 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് 7 ഇഞ്ചാണ്. ഇവിടെ ഒരു അല്പം കമ്മിയാക്കി എടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷേപ്പ് ഒരു 13 ഇഞ്ചിൽ ഷേപ്പ് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്ന് എത്ര അകലുണ്ട് നോക്കുക. അത് തന്നെ നമുക്കിവിടെ സ്ലിറ്റിന് വേണ്ടിയിട്ടും കൊടുക്കാം. ഒരു 6.25 ഇഞ്ച് കൊടുക്കാം. പക്ഷെ സ്ലിറ്റ് നമ്മൾ ഇതിൽ സ്ലിറ്റ് ഇടുന്നില്ല. പക്ഷെ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഷേപ്പ് 26 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 6 ഇഞ്ചാണ് വരുന്നത്. ഇവിടെ നമുക്ക് 1 ഇഞ്ച് ലൂസ് കൊടുക്കാം. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഹിപ്പ് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 8 ഇഞ്ച്. ഇവിടെ 1 ഇഞ്ച് തന്നെ കൊടുക്കാം. നമ്മൾ സ്ലിറ്റ് ഇടുകയാണെങ്കിൽ 1/2 ഇഞ്ച് കൊടുത്താൽ മതി. ഇത് നമ്മൾ മാക്സിമം ലൂസ് ഇടുന്നതുകൊണ്ട് 1 ഇഞ്ച് ഇവിടെയും ലൂസ് കൊടുക്കാം. അതുപോലെ ഇവിടെ ഒരു 1 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കുക. ഇവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് കൊടുത്തത്. ഇനി ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ബോട്ടം ഒരു 15 ഇഞ്ച് നമുക്ക് ബോട്ടം റൗണ്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിങ്ങനെ വരച്ചെടുക്കുക. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഷേപ്പ് കൊടുക്കാം. അതായത് നമ്മളിവിടെ സൈഡ് തൂങ്ങാതിരിക്കാനാണ്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം.
ഇനി ഇവിടെ ഓരോ അടയാളം ഇടാം. ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഇതേപോലെ രണ്ടും ഒന്നിച്ച് മടക്കിയെടുക്കുക. ഇവിടെ 1 ഇഞ്ച് മടക്കി അടിക്കാണ് ഇടുക. അതിനുശേഷം 7.5 ഇഞ്ചാണ് സ്ലീവ്. അപ്പോൾ നമുക്കൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇങ്ങോട്ടൊരു 3 ഇഞ്ച് തന്നെ കൊടുക്കാം. എന്നിട്ട് ആം ഹോള് 7 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യത്തുമ്പോൾ കൊടുക്കുക. ഇവിടെ വന്നിട്ട് സ്ലീവ് റൗണ്ട് 9.5 ഇഞ്ച്, അപ്പോൾ അതിൻ്റെ പകുതി 4.25 ഇഞ്ച്. ഇവിടെ 1.5 ഇഞ്ച് തയ്യത്തുമ്പോൾ കൊടുക്കുക. ഇവിടെ അതേപോലെ അല്പം ക്രോസ് കൊടുക്കുക. ഇത് മടക്കി അടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് ഒപ്പാക്കാം. ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ കുഴിച്ച് മാർക്ക് ചെയ്യുക. വീണ്ടും ഒരു 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ലൈന് നോക്കുകയാണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെയാണ് വരിക. ഇതിപ്പോൾ അതിന് മാത്രം തുണിയില്ല. തുണി ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കട്ട് ചെയ്യാണ് നല്ലത്. ഇതിപ്പോൾ ലൈൻ ഇങ്ങനെ ക്രോസിലാണ് ഇത് വരിക. ഇവിടെ വേണമെങ്കിൽ ഒരു അടയാളം ഇടാം. ഇനി ഇതിൻ്റെ കഴുത്ത് കട്ട് ചെയ്യാനുണ്ട്. കഴുത്ത് ഇത് ആദ്യം ഇത് സെപ്പറേറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും തനിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്യാം. ഇവിടെ 2.25 വയ്ക്കുക. ഒരു 5 ഇഞ്ച് ലെങ്ത്ത് വയ്ക്കാം. അടിച്ച് വരുമ്പോൾ അത് 5.25 ആവും. ഇവിടെ നമ്മൾ 2.25 വെച്ചത്. ഇവിടെ 2.25 വെച്ചാൽ മതി. ഇനി ഈ കഴുത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഈ ഷേപ്പിൽ കട്ട് ചെയ്യുക. നേരെ ചതുരം എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് വൈഡായി പോവും. ഇനി ബാക്ക് നെക്ക് വന്നിട്ട് അതുപോലെ തന്നെ വീതി 2.25 മാർക്ക് ചെയ്യുക. ഇറക്കം 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ടിലേക്ക് കഴുത്തിലേക്ക് ഒരു പീസ് കട്ട് ചെയ്യാനുണ്ട്. അതിങ്ങനെ ഈ പീസ് ഇതിങ്ങനെ 2ആയിട്ട് മടക്കിയെടുക്കുക. അതിനുശേഷം ഈ ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതിനൊപ്പം വരച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു വീതി 1 ഇഞ്ച് കൊടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ക്രോസ് പീസ് വേണം. അപ്പോൾ അതിങ്ങനെ നമ്മൾ മടക്കി എടുത്തിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു 1.5 ഇഞ്ച് വീതി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് തയ്ക്കാം. നമ്മൾ ഇതേപോലെ 1 ഇഞ്ച് വീതിയിൽ നെക്ക് കട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡ് ഇതേപോലെ 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി അടിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ നല്ല വശത്തുനിന്ന് 1/4 ഇഞ്ച് വീതി തന്നെ ചേർത്ത് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഈ കോർണറിൽ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. സ്റ്റിച്ചിൽ കട്ട് ചെയ്യാതെ നോക്കുക. അതിനുശേഷം അതിങ്ങനെ തിരിച്ച് വെച്ചിട്ട്
ഈ അടിച്ച് കൂടെ ഒരു തയ്യലിടുക. ഇനി ഈ ഭാഗം ഒന്നുകിൽ ഹെമ്മിങ് ചെയ്യാം, അല്ലെങ്കിൽ വീതി കുറവായതുകൊണ്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു തയ്യലും കൂടി ഇട്ടാൽ മതി. ഇത് 1 ഇഞ്ച് വീതി നമ്മൾ ആകെ ഇട്ടത്, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇതിൻ്റെ തയ്യത്തുമ്പ് പുറത്തേക്ക് വരില്ല. ഇനി നമുക്ക് ബാക്ക് നെക്കിൽ ഇത് സിംഗിൾ പീസ് കിട്ടുമോ നോക്കാം, ഇല്ലെങ്കിൽ നമുക്കിത് ജോയിൻ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഈ ഒരു പീസ് തന്നെ നമുക്കത് അടിച്ചെടുക്കാം. അത് 1.5 ഇഞ്ച് വീതിയാണ് നമ്മൾ വെച്ചത്. ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുക്കുക, എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് 1/4 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്യുക. ഇനി ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്ത് അടിക്കാം. ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഈ ബാക്ക് നെക്ക് ഇതിലേക്ക് മടക്കി കൊടുക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് 1/2 ഇഞ്ചിൽ അടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇവിടെ അടിക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് മടക്കി കൊടുക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിങ്ങനെ മറിച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു തയ്യലിടുക, എന്നിട്ട് ഈ വീതിയിൽ അങ്ങനെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ അടിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക, ഇവിടെ ബാക്കിലേക്ക് മേൽത്തൈലായിട്ട് വരാൻ ശ്രദ്ധിക്കുക. അതേപോലെ ബാക്ക് കഴുത്ത് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ മേൽത്തൈൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവ് നമുക്കിവിടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി സ്ലീവ് ഒന്ന് വെച്ച് നോക്കാം. ഇത് കറക്റ്റാണ്. അപ്പോൾ ഇനി ഇതിവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് അറ്റാച്ച് ചെയ്യാം. ഇനി അതേപോലെ ഈ സൈഡിലേക്കും അടിക്കുക. ഒരു തയ്യലും കൂടി ഇടാം. ഇനി ഇതേപോലെ അടുത്ത സ്ലീവ് തയ്ക്കാം. അപ്പോൾ ഇതേപോലെ 2 സ്ലീവ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. 1.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1.5 ഇഞ്ച് ഇവിടെ നിന്ന് തയ്ക്കുക. ഇവിടെ ഈ ഷേപ്പ് വരെ നമ്മൾ 1.5 ഇഞ്ച് തന്നെ തയ്ച്ചെടുക്കുക. 1 ഇഞ്ചാണ് തയ്യത്തും പൊട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരേക്ക് ഇവിടെ നിന്ന് ഈ ഇതിലേക്ക് ഇതുപോലെ തയ്ച്ചെടുക്കുക. ഈ ബോട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കൊണ്ടുവരിക. കുറച്ച് ഇതുപോലെ കുറച്ചിട്ട് ഒരു 1/2 ഇഞ്ചിലേക്ക് 1/2 ഇഞ്ച് ആക്കുക. ബോട്ടം 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മതി. ഒരു തൈലും കൂടി ഇടാം. അപ്പോൾ ഇതേപോലെ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം തയ്ക്കാം. ബോട്ടം നമ്മൾ 1 ഇഞ്ചാണ് തയ്യത്തുമ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ആദ്യം മടക്കുക, വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം. ഇനി ഇത് അടിമറിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.